ഇപ്പോൾ ഒരു നടപടി ഇതിലുണ്ടായിരിക്കുകയാണ്. താങ്കളുടെ മുഖത്തേറ്റ ഒരു അടി, ആ അടി കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കേരളം ഇങ്ങനെ കാണുകയാണ്. അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല ഒരാൾക്ക് എന്ന കാര്യം വ്യക്തവുമാണ്. ആ സമയത്ത് ഗർഭിണിയായിരുന്നു താങ്കൾ. അതുകൂടെ കേൾക്കുമ്പോഴാണ് അതിന്റെ വേദനയും ആഴമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുന്നു, സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. എന്തു തോന്നുന്നു? കേൾക്കാമോ? എന്താണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? എന്താണ് പ്രതികരിക്കാനുള്ളത്? സന്തോഷം തോന്നുന്നു സാറേ. പിന്നെയും വന്ന് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ പിന്നെയും വിഷമം തന്നെ തോന്നുകയാണ്. ഗർഭിണിയായിരുന്നു എന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പൊ 2 കൈക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, പൊടി കുഞ്ഞുങ്ങളിടയിലുണ്ടല്ലോ, അതറിയില്ലായിരുന്നു. എന്തൊക്കെ നുണയെ വന്നിട്ട് പിന്നെയും വന്ന് പറയുന്നത് കേൾക്കുമ്പോ പിന്നെയും സങ്കടം തോന്നുന്നു. എങ്കിലും അതെ, ഇപ്പൊ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നടപടി എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുത. ആ ദൃശ്യങ്ങൾ കിട്ടാൻ നടത്തിയ നിയമ പോരാട്ടം അത് ഏതാണ്ട് 1.5 വർഷവും എടുത്തു എന്നതാണ്. കോടതി മുഖാന്തരമാണ് CCTV ഫുട്ടേജസ് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് ഇത്രയും കാലം കഴിഞ്ഞ്. പക്ഷേ എന്തായാലും ഒരു നടപടി ഒന്ന് സത്യം തെളിയുന്നു എന്നുള്ളതാണ്. എങ്കിൽ കൂടി അതിനെടുത്ത കുറെ എഫേർട്ട് ഉണ്ടല്ലോ, ഒരുപക്ഷെ പ്രതീക്ഷകൾ ഇങ്ങനെ ഓരോ സമയത്ത് ഉണ്ടായിട്ടുണ്ടാകും. ഒടുവിലാണ് ഫുട്ടേജസ് കിട്ടുന്നത്. അതിന് പിന്നാലെ തന്നെ അത് പുറത്തു വന്നതോടുകൂടി തന്നെ ഒരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു ഈ കഴിഞ്ഞ ഇതിന് പിന്നാലെ നടന്ന ആ കാലങ്ങൾ? സന്തോഷം തോന്നുന്നു, പുറത്തു വന്നല്ലോ, സമാധാനം ഉണ്ടാവുന്നു. അത് ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള മർദ്ദനങ്ങൾ നേരത്തെയും പല വാർത്തകളായി ഉണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമായിരുന്നല്ലോ. നമ്മുടെ കേരള പോലീസിലെ ചില ആൾക്കാരെങ്കിലും ഇതുപോലെയാണ്. എത്ര സംഭവങ്ങൾ ഉണ്ടായാലും ഈ പറയുന്ന പോലെ സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും പിന്നീടും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നേരത്തെ 8 മണിക്ക് താങ്കൾ ലൈവിൽ വന്നപ്പോൾ അന്ന് ആ സമയത്ത് DGP ടെലിഫോണിൽ വന്ന് പറഞ്ഞ കാര്യമുണ്ട്, നടപടി ഉണ്ടാകും, ഇനി ഇത്തരം കാര്യങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല എന്നാണ്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ തുടരുമെന്ന് തോന്നുന്നുണ്ടോ? ഉടനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നത്.